Hi guys, welcome back to online class of University Institute Kottakkal. ഇന്ന് നമ്മൾ ഡയമെൻഷൻ അനാലിസിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഓർമ്മയുണ്ടോ? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഫോർമുല. ഓക്കെ, മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഡെറിവേഷൻ ഓഫ് ഫോർമുല. അങ്ങനെ ഡയമെൻഷൻ അനാലിസിന്റെ മൊത്തത്തിലുണ്ട് 3 ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്. അതെന്താണ്? കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അതർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു യൂണിറ്റിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു സിസ്റ്റത്തിൽ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂവും യൂണിറ്റും മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അതർ. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺവേർഷൻ ഫോർമുല വേണം. ആ കൺവേർഷൻ ഫോർമുല ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നാമത്തെ സെക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? Q ഈക്വൽ ടു NU. ഓക്കെ, Q ഈക്വൽ ടു NU. വേണമെങ്കിൽ N1 U1 ഈക്വൽ ടു N2 U2 എന്ന് എഴുതാം. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നോക്കട്ടോ, ഇങ്ങനെ ഒരു ചോദ്യം വരാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഒരു 5 കിലോഗ്രാം meter second raised to minus 2. 5 kilogram meter second raised to minus 2 equal to dash gram centimeter hour raised to minus 2. ഓക്കെ, ഇതിൽ കിലോഗ്രാം ആണ്, മീറ്റർ ആണ്, സെക്കൻഡ് ആണ്, അവിടെ ഗ്രാം ആണ്, സെന്റിമീറ്റർ ആണ്, അവർ ആണ്. മൊത്തം യൂണിറ്റും മാറി. ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ അനുസരിച്ച് മാറില്ലേ? യൂണിറ്റ് മാറുമ്പോൾ ആര് മാറും? ന്യൂമറിക്കൽ വാല്യൂ മാറും. അപ്പൊ എനിക്ക് കിലോഗ്രാമിനെ ഗ്രാം ആക്കണം, മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണം, സെക്കൻഡിനെ അവർ ആക്കണം. അതാണ് ഞാൻ പറഞ്ഞത് N1 U1 ഈക്വൽ ടു N2 U2. അപ്പൊ ഈ ക്വസ്റ്റിനിൽ എന്താണ് മിസ്സിങ്? N2 ആണ് മിസ്സിങ്. അപ്പൊ N2ന്റെ ഇക്വേഷൻ ആരായിരിക്കും? N2 ഈക്വൽ ടു N1 ഇൻറ്റു U1 ബൈ U2. നോക്കട്ടോ, ഈ U1 എന്ന് പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ജനറൽ ആയിട്ട് ഒരു യൂണിറ്റ് ആകുമ്പോൾ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെ ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ എഴുതി MLT. ഇത് ഒന്നാമത്തെ യൂണിറ്റ് ആയതുകൊണ്ട് ഞാൻ കൊടുത്തു M1 L1 T1, കിലോഗ്രാം മീറ്റർ സെക്കൻഡ്. അതിന് പകരം M1 L1 T1. ഇനി ഡയമെൻഷൻസ് നോക്കിയാൽ ഇതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? 1 1 മൈനസ് 2 എന്നല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ എഴുതി 1 1 മൈനസ് 2. 1 1 മൈനസ് 2 എന്നല്ല എഴുതുന്നത്, ABC. കാരണം ജനറൽ ഇക്വേഷൻ അല്ലേ പറയുന്നത്, ABC. U2ന്റെ ഇക്വേഷൻ ഇതുപോലെ പറയാൻ പറ്റും. രണ്ടാമത്തെ യൂണിറ്റ് പറയാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിക്കുക. M2 L2 T2. അതിന്റെ ഡയമെൻഷൻസോ നമുക്ക് നമ്മൾ ഇത് ഇങ്ങോട്ട് മാറ്റി 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങോട്ട് മാറ്റി. അങ്ങനെ മാറ്റിയ സമയത്ത് കിലോഗ്രാം ഗ്രാം ആയി, മീറ്റർ സെന്റിമീറ്റർ ആയി, സെക്കൻഡ് അവർ ആയി, M1 M2 ആയി, L1 L2 ആയി, T1 T2 ആയി. പക്ഷെ എന്ത് മാറിയിട്ടില്ല? ഡയമെൻഷൻസ് ഒന്നും മാറിയിട്ടില്ല. എന്താണ് ഡയമെൻഷൻസ് ഓർമ്മയുണ്ടോ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്ത് കിടക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ്. അപ്പൊ ഈ 1 1 മൈനസ് 2 ഡയമെൻഷൻസ് പറഞ്ഞത്. യൂണിറ്റ് മാറുമ്പോൾ എന്ത് മാറില്ല? ഡയമെൻഷണൽ ഫോർമുല മാറില്ല, ഡയമെൻഷൻ മാറൂല. അതെല്ലാം നിങ്ങളെ പണ്ട് പറഞ്ഞ പഴയ ഒരു സെഷൻ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്താണ് 1 1 മൈനസ് 2. അപ്പോ ABCക്ക് മാറ്റം വരില്ല, ABC. നമ്മൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, N2 ഈക്വൽ ടു N1 ഇൻറ്റു U1 ആരാണ്? M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C ഡിവൈഡ് ബൈ M2 റേസ് ടു A, L2 റേസ് ടു B, T2 റേസ് ടു C. ഇതൊന്ന് വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ N2ന്റെ ഇക്വേഷൻ ആയിരിക്കും N2 ഈക്വൽ ടു, ഇവിടെ M1ന്റെ M2ന്റെ പവർ A ആണ്, അത് കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. N2 ഈക്വൽ ടു N1 ഇൻറ്റു M1 by M2 whole raised to A, L1 by L2 whole raised to B, T1 by T2 whole raised to C. ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി N1 U1 ഈക്വൽ ടു N2 U2 എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് മാറി ആര് മാറും? ന്യൂമറിക്കൽ വാല്യൂ മാറും. അങ്ങനെ ന്യൂമറിക്കൽ വാല്യൂ മാറുകയാണെങ്കിൽ പുതിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ന്യൂമറിക്കൽ വാല്യൂ കാണണം.
അപ്പൊ ന്യൂമറിക്കൽ വാല്യൂന്റെ ഇക്വേഷൻ ആയിരിക്കും n2 ഈക്വൽ ടു n1 ഇൻറ്റു u1/u2. ഇത് അങ്ങോട്ട് കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതൊരു യൂണിറ്റ് ആയാലും അതിൽ ആരൊക്കെ ഉണ്ടാവും? മാസ് ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും, ടൈം ഉണ്ടാവും, അങ്ങനെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. തൽക്കാലം ഞാൻ 3 ആൾക്കാരെ പറഞ്ഞുള്ളൂ. ആരൊക്കെയാണ്? എമ്മും എല്ലും ടിയും ഉണ്ടാവും. അടുത്ത യൂണിറ്റിലും ആരുണ്ടാവും? എമ്മും എല്ലും ടിയും ഉണ്ടാവും. ഒന്നാമത്തെ യൂണിറ്റ് u1 ആയതുകൊണ്ട് m1 l1 t1, രണ്ടാമത്തെ യൂണിറ്റ് u2 ആയതുകൊണ്ട് m2 l2 t2. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ യൂണിറ്റ് മാറ്റുമ്പോൾ ഒരിക്കലും എന്ത് മാറില്ല? ഡയമെൻഷൻസ് മാറില്ല. അപ്പൊ ഇവിടെ ABC, ഇവിടെ ABC, ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫോർമുലയാണ് ഈ ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ കാണാപ്പാഠം പഠിക്കൂ. എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയമെൻഷനാലിറ്റി ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഫോർമുല? n2 ഈക്വൽ ടു n1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b, t1/t2 ഹോൾ റേസ് c. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ഈ ഫോർമുല മാത്രം മനസ്സിൽ എന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെക്കുക. നോക്കൂ, കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ. ഒരു ന്യൂട്ടനെ നമുക്ക് എന്താക്കി മാറ്റണം? ഡൈൻ ആക്കി മാറ്റണം. ആക്ച്വലി ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോഴ്സിന്റെ SI യൂണിറ്റും ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ CGS യൂണിറ്റുമാണ്. ഞാൻ പഴയൊരു സെക്ഷനിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പരിചയപ്പെടുത്തിയിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ CGS, FPS, MKS, SI അങ്ങനെ പല പല സിസ്റ്റങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റേണ്ടത് എങ്ങനെയാണ്? SI ടു CGS. എന്താണ് SI ടു CGS? ഓക്കെ, ഡൈനിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ നോക്കട്ടോ, പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യം അറിയാം. SIയിൽ നമ്മുടെ യൂണിറ്റ് ആരൊക്കെയാണ്? കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ്. CGSൽ ആരൊക്കെയാണ്? സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അത്ര അറിഞ്ഞാൽ മാത്രം മതി. നോക്കൂ, നമ്മുടെ കൺവേർഷൻ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. എന്താണ് നമ്മുടെ കൺവേർഷൻ ഫോർമുല? n2 ഈക്വൽ ടു n1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b, t1/t2 ഹോൾ റേസ് ടു c. ഇതാണ് നമ്മളുടെ എന്ത്? കൺവേർഷൻ ഫോർമുല. ഈ കൺവേർഷൻ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഇതിൽ ഓരോ ആൾക്കാരായിട്ട് നമ്മൾ കണ്ടുവെക്കണ്ടേ? ഓക്കെ, നോക്കിക്കോളൂ. 1 ന്യൂട്ടൺ ഈക്വൽ ടു, ഈ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതെല്ലാവർക്കും അറിയാലോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ന്യൂട്ടന് പകരം എന്ത് എഴുതി? ന്യൂട്ടൺ തന്നെ ആയാലും മതി. 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഓക്കെ, 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. നോക്കട്ടോ, 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. കട്ട് ചെയ്ത് കൺവേർട്ട് 1 ന്യൂട്ടൺ ടു ഡൈൻ. ഒരു ന്യൂട്ടൺ എന്താക്കി മാറ്റണം? ഡൈൻ ആക്കി മാറ്റണം. ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ്. ആര്? ന്യൂട്ടൺ. ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ CGS യൂണിറ്റുമാണ്. ഓക്കെ, അപ്പൊ SI ടു CGS ആണ് നമ്മളിവിടെ മാറ്റേണ്ടത്. അതായത് 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഇതാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ കൺവേർഷൻ ഫോർമുല എന്താ? നമ്മുടെ കൺവേർഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n2 ഈക്വൽ ടു n1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b, t1/t2 ഹോൾ റേസ് ടു c. ഓക്കെ, ഈ ഫോർമുല നിങ്ങൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുലയിൽ എഴുതേണ്ട ഓരോ ആൾക്കാരെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? റെഡിയാക്കി വെക്കാം. നോക്കട്ടോ, ഇതാണ് n1, ഇതാണ് u1, ഇത് n2, ഇത് u2 ആണല്ലോ. അപ്പൊ n1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. ഈ 1 അല്ലേ n1? അപ്പൊ n1 ഈക്വൽ ടു 1. n2 നമുക്ക് അറിയില്ല, n2 ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇനി ഒരു കാര്യം പറയട്ടെ. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് n1 കിട്ടി, ഇക്വേഷൻ n1 കിട്ടി. ഇനി നമുക്ക് എയും ബിയും സിയും കാണാം. ഇത് എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്? ഫോഴ്സിനെയാണ് മാറ്റാൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ പറയട്ടെ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് എന്തായിരുന്നു? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല mL(T⁻²) എന്നല്ലേ? mL(T⁻²). അപ്പൊ എ എന്തായിരിക്കും? 1, ബി എന്തായിരിക്കും? 1, സി എന്തായിരിക്കും? -2. എമ്മിന്റെ പവർ 1,
എല്ലിന്റെ പവർ 1, ടിന്റെ പവർ -2. അപ്പൊ എയും ബി സിയും കിട്ടിയില്ലേ? എയും ബിയും സിയും ആരാ? ഡയമെൻഷൻസ് ആണ്. അത് ഇതിനകത്തുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്ത് കിടക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും പവറുകളെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ്. അപ്പൊ ആ ഡയമെൻഷൻസ് ആണ് 1, 1, -2. അതാണ് നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ആരാ? M1, M2, L1, L2, T1, T2. ആദ്യൊരു കാര്യം ചെയ്യാം. ഒന്നാമത്തെ സിസ്റ്റം SI സിസ്റ്റമാണ്. രണ്ടാമത്തെ സിസ്റ്റം ആരാണ്? CGS. അപ്പൊ ഇതിൽ നമുക്ക് M1, L1, T1. ഇതിൽ നമുക്ക് M2, L2, T2. SIയില് എന്താണ് നമ്മുടെ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും യൂണിറ്റ്? മാസിന്റെ യൂണിറ്റ് SIയില് കിലോഗ്രാം ആയിരുന്നു. ലെങ്തിന്റെ യൂണിറ്റ് SIയില് മീറ്റർ ആയിരുന്നു. ടൈമിന്റെ യൂണിറ്റ് SIയില് സെക്കൻഡ് ആയിരുന്നു. 1 ആണോ 2 ആണോ 3 ആണോ? എല്ലാം 1 വെച്ച്. 1 കിലോഗ്രാം, 1 മീറ്റർ, 1 സെക്കൻഡ്. അല്ലാണ്ട് 2 കിലോഗ്രാം ആണ് യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഓക്കെ, അപ്പൊ M1 = 1 കിലോഗ്രാം, L1 = 1 മീറ്റർ ആൻഡ് T1 = 1 സെക്കൻഡ്. അതുപോലെ നമുക്ക് ഇനി M2 കാണാം. M2 എത്രയാണ്? M2 = CGS അല്ലേ? 1 gram, 1 centimeter and 1 second. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ കൺവേർഷൻ ഫോർമുലയിൽ നമ്മൾ കൊടുക്കേണ്ട എല്ലാ ആൾക്കാരെയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പരിപാടി എന്താണ്? നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N2 = N1. N1 എത്രയാണ്? 1. 1 into M1/M2. M1 എത്രയാണ്? 1 കിലോഗ്രാം. M2 എത്രയാണ്? 1 gram. 1 kilogram divided by 1 gram പവർ എത്രയാണ്? എന്റെ വാല്യൂ 1. L1/L2. 1 meter divided by 1 centimeter. 1 meter divided by 1 centimeter. പവർ എത്രയാണ്? 1. T1/T2. 1 second by 1 second. പവർ എത്രയാണ്? -2. സിന്റെ വാല്യൂ എത്രയാണ്? -2. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഇനി ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂണിറ്റിനെ പിടിച്ച് മാറ്റണം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻³ gram അല്ലേ? കട്ട് ചെയ്യാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം. കൺവേർട്ട് ബിഗർ യൂണിറ്റ്സ് ടു സ്മോളർ. എളുപ്പം അതാണ്. ഒന്നിനെ പിടിച്ച് ചെറുതിനെ പിടിച്ച് വലുതാക്കുക, വലുതിനെ പിടിച്ച് ചെറുതാക്കുക. രണ്ട് മാച്ച് ആക്കിയാലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് ചെയ്യാൻ വേണ്ടി പോണത്. സോ N2 = 1 into, ഓക്കെ, മോളിൽ എത്രയാണ്? 10⁻³ gram. 1 കിലോഗ്രാം എത്രയാണ്? 10⁻³ gram ആണ്. ഓക്കെ, കിലോന്റെ ഓക്കെ കൃത്യമായ വാല്യൂ 10⁻³ ആണ്. ഡിവൈഡ് ബൈ 1 gram. പവർ എത്രയായിരിക്കും? 1 into 1 മീറ്റർ. അത്രയായിരിക്കും 10⁻² സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 1 സെന്റിമീറ്റർ into 1 second divided by 1 second. പവർ എത്രയാണ്? -2. ഓക്കെ, ഇവിടെ എത്രയാണ്? പവർ 1. ഗ്രാം കട്ടായി, സെന്റിമീറ്റർ കട്ടായി, സെക്കൻഡ് കട്ടായി. ഇത് നമുക്ക് എന്ത് കിട്ടുന്നു? 1 into 10⁻³ into 1. 10⁻³. 10⁻² whole raised to 1. അത്രയാ? 10⁻². 1⁻². ഈ 1⁻² എന്ത് തന്നെയാണ്? 1 തന്നെയല്ലേ? into 1. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10⁵. അപ്പോ 1 ന്യൂട്ടനെ എന്താക്കി മാറ്റിയപ്പോ? നമ്മൾ ഡൈനാക്കി മാറ്റിയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ N2ന്റെ വാല്യൂ എത്രയാണ്? N2ന്റെ വാല്യൂ 10⁵. അതായത് 1 ന്യൂട്ടൺ = 10⁵ ഡൈൻ. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് മാറ്റാൻ വേണ്ടി പോണത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറ്റാൻ വേണ്ടി പോണത്. സോ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് ആരോ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് SI to CGS. ഓക്കെ, അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മളുടെ കൺവേർഷൻ ഫോർമുല എന്താണ്? N2 = N1 into M1/M2 whole raised to A, L1/L2 whole raised to B and T1/T2 whole raised to C. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ആൾക്കാരും കണ്ടുവച്ചു. ഇവിടെ 1 ന്യൂട്ടൺ = ഡാഷ് ഡൈൻ എന്ന് പറയുമ്പോൾ N1 1 ന്യൂട്ടൺ ആണ്. പിന്നെ ഇത് ഫോഴ്സ് ആയതുകൊണ്ട് MLT⁻². അത് നമുക്ക് എന്ത് കിട്ടി? A കിട്ടി, B കിട്ടി, C കിട്ടി. പിന്നെ ഒന്നാമത്തെ സിസ്റ്റം SI ആണെങ്കിൽ അതിലെ യൂണിറ്റിൽ എഴുതി, രണ്ടാമത്തെ സിസ്റ്റം CGS ആണെങ്കിൽ അതിലെ യൂണിറ്റിൽ എഴുതി. എല്ലാം കൂടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഡയമെൻഷൻ അനാലിസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിൽ കടക്കാൻ വേണ്ടി പോവാണ്. അതായത് ഡെറിവേഷൻ ഓഫ് ഫോർമുല. നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫോർമുല
ഡിറൈവ് ചെയ്യാൻ പറ്റും. എപ്പോ? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി അറിയാമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഇന്ന ആളുടെ ഒരു ഫോമുല ഉണ്ടാക്കണം ഇന്ന ആൾക്കാരെ കൊണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ, ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നം ആർക്കുണ്ട്? ഡയമെൻഷൻ അനാലിസിസിനുണ്ട്. നോക്കിക്കോളൂ. അപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്നതാണ് ഡെറിവേഷൻ ഓഫ് ഫോമുല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഫോമുല പരിചയപ്പെടുത്തി തരാം. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഫോമുലയാണ്. കറങ്ങുന്ന വസ്തുക്കൾക്ക് ആ വൃത്ത കേന്ദ്രത്തിന്റെ സെന്ററിലേക്ക് ആവശ്യമായ ഒരു ഫോഴ്സ് ആണ് ഈ പറഞ്ഞ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ ഒരു ഫോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഇത് സർക്കുലർ മോഷൻ ലീവ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഈ കറങ്ങുന്ന വസ്തുവിന്റെ മാസ് ആണെന്ത്? എം. അതിന്റെ വെലോസിറ്റി ആണെന്ത്? വി. ഓക്കെ, അതിന്റെ റേഡിയസ് ആണെന്ത്? ആർ. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എം വി സ്ക്വയർ ബൈ ആർ എന്നാണ് പറയാ. മലയാളത്തിൽ ഈ ഫോഴ്സിന്റെ പേര് അഭികേന്ദ്ര ബലം എന്നാണ് പറയാ. ഓക്കെ, അഭികേന്ദ്ര ബലം. നോക്കട്ടോ, അപ്പൊ കറങ്ങുന്ന വസ്തുവിന് സെന്ററിലേക്ക് ആവശ്യമായ ഒരു ഫോഴ്സ് ആണെന്ത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ ആണ് എം വി സ്ക്വയർ ബൈ ആർ. ഞാൻ പറഞ്ഞത് ഡയമെൻഷണൽ ഫോമുല അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഫോമുല ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോ ചെയ്യാൻ വേണ്ടി പോണത് ഇതേ ഫോമുല തന്നെ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോണം. നിങ്ങൾക്ക് ഞാൻ ആദ്യം എന്ത് പറഞ്ഞു തന്നു? ഈ ഫോമുലയുടെ ഇക്വേഷൻ പറഞ്ഞു തന്നു. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അതിന്റെ ഇക്വേഷൻ ആരാണ്? എം വി സ്ക്വയർ ബൈ ആർ ആണ്. എന്ന് പറഞ്ഞാല് എഫ് സി ഈക്വൽ ടു എം വി സ്ക്വയർ ആർ റേസ് ടു -1. എമ്മിന്റെ പവർ 1, വിന്റെ പവർ 2, ആറിന്റെ പവർ -1. അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ എ ബി സി ആരാവണം? ഇവിടെ 1 2 -1 അങ്ങനെയല്ലേ വരേണ്ടത്? നോക്കട്ടോ, ഈ ക്വസ്റ്റ്യൻ നോക്കോ. Centripetal force F depends on mass M, velocity V and radius of circular motion R. Derive the formula of centripetal force using dimensional analysis. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ അങ്ങ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോണ്. എന്തുപയോഗിച്ച്? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച്. ഞാൻ ആദ്യം പറഞ്ഞു നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫോമുല ഉണ്ടാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് നമുക്ക് നേരത്തെ കൂട്ടി മെൻഷൻ ചെയ്ത് തന്നെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? മാസിനെ, വെലോസിറ്റിയെ, അതേപോലെ റേഡിയസ് ഓഫ് സർക്കുലർ മോഷനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഒരു ഫോമുല ഉണ്ടാക്കണം. ശ്രദ്ധിക്കുക. ആദ്യമായി പറയട്ടെ, എന്തായാലും ഈ ഫോമുലയ്ക്ക് മുമ്പ് നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി റിലേഷൻ ഉണ്ടാക്കാം. എഫ് പ്രപ്പോർഷണൽ ടു എം വി ആർ. ഇതൊക്കെ എത്രയും നമുക്ക് അറിയില്ല. എമ്മിന്റെ പവർ എത്രയാ, വിന്റെ പവർ എത്രയാ, ആറിന്റെ പവർ എത്രയെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ വി താഴെ ആയിരിക്കും, ആറ് മുകളിലായിരിക്കും. നമുക്ക് പറയില്ല കേട്ടോ, നമുക്ക് ആ ഫോമുല അറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ആ ഫോമുല അറിയാണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ എഫ് പ്രപ്പോർഷണൽ ടു എം വി ആർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞേ കേട്ടോ, ഈ എമ്മിന്റെ പവർ ഞാൻ എ എന്ന് എടുത്തു, വിന്റെ പവർ ബി എന്നും ആറിന്റെ പവർ സി എന്നും കൊടുത്തു. ചുമ്മാ എ ബി സി എന്ന് കൊടുത്തു. ഈ എയും ബിയും സിയും കാണലാണ് നമ്മുടെ പരിപാടി. നിങ്ങൾക്ക് ശരിക്കും അറിയാം ഈ എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ എത്രയാണ്? 1 2 -1 ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. എന്തുപയോഗിച്ച്? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച്. നോക്കട്ടോ, ഇതെന്താ? ഒരു പ്രപ്പോർഷണാലിറ്റി റിലേഷൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ആകുമ്പോൾ എന്തായിരിക്കും? ഈക്വൽ സൈൻ കാണും. സോ ഞാൻ ഈ പ്രപ്പോർഷണാലിറ്റി റിലേഷനെ ഒരു ഇക്വേഷൻ ആക്കാൻ വേണ്ടി പോണ്. അങ്ങനെ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ ഐ ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് കെ. കെ ഇൻറ്റു എം റേസ് ടു എ വി റേസ് ടു ബി ആർ റേസ് ടു സി എന്ന് കൊടുത്തു. കൺഫ്യൂഷൻ ആയില്ലല്ലോ? ഈ പ്രപ്പോർഷണാലിറ്റി റിലേഷൻ എന്താക്കി മാറ്റി? ഒരു ഇക്വേഷൻ ആക്കി മാറ്റി. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത്? ഈ കെ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാട്ടോ. അപ്ലൈ ഡയമെൻഷണൽ ഫോമുല. അപ്ലൈ ഡയമെൻഷണൽ ഫോമുല ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും ഡയമെൻഷൻ ഫോമുല അപ്ലൈ ചെയ്യാം. ഇവിടെ ആരാണുള്ളത്? ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോമുല എന്തായിരുന്നു? എം എൽ ടി റേസ് ടു -2 എന്നായിരുന്നു. അതായത് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എം ഇൻറ്റു എ എന്നല്ലേ പറയാ. മാസിന്റെ ഡയമെൻഷൻ ഫോമുല എന്താ? എം. ആക്സലറേഷൻ ഡയമെൻഷൻ ഫോമുല എന്താ? എൽ ടി റേസ് ടു -2. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോമുല എന്തായിരിക്കും? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോമുല എം എൽ ടി റേസ് ടു -2 എന്നായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാനത് നേരെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കുക. എം എൽ ടി റേസ് ടു -2. ഇനി കെ ആരാ? കെ ഒരു നമ്പറാണ്. നമ്പറിന്
യൂണിറ്റ് ഉണ്ടാവൂ? ഇല്ല. യൂണിറ്റ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഡയമെൻഷണൽ ഫോമുല ഉണ്ടാവില്ല. കെ ആരാണ്? ഈ പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ന്യൂമറിക്കൽ വാല്യൂ ആണ് കെ. നമ്പറിന്റെ എന്തില്ല? ഡയമെൻഷൻ ഫോമുല ഇല്ല. അപ്പൊ അത് വിട്ടേക്കു. ബാക്കി ആരാണ്? മാസിന്റെ പവർ എത്രയാണ്? എ. ഇതാരാ? വെലോസിറ്റി. വെലോസിറ്റിന്റെ ഡയമെൻഷൻ ഫോമുല എന്താ? L_T⁻⁻1 ഹോൾ റേസ് ടു ബി. ഇതാരാ? റേഡിയസിന്റെ പവർ എത്രയാ? L⁻C. ഇങ്ങനെയാണ് കൊടുത്തു. ഒന്ന് വൃത്തിയാക്കി എഴുതിയാല് mL⁻2 ഈക്വൽ ടു m⁻A. ഇവിടെ നോക്കട്ടോ, ഈ ബി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് L⁻B T⁻−B L⁻C എന്നായി. നോക്കൂ, mL⁻2 ഈക്വൽ ടു നോക്കട്ടോ, ഇവിടെ ആരുണ്ട്? m⁻A, L⁻B ഉണ്ട്, L⁻C ഉണ്ട്, L⁻B + C, T⁻2 ഇവിടെ ആരാണ്? T⁻−C. ഓക്കെ, ഇനി രണ്ട് ഭാഗം കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. കമ്പയറിങ് LHS ആൻഡ് RHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോണ്? കമ്പയർ ചെയ്യാൻ വേണ്ടി പോണ്. ഇവിടെ എമ്മിന്റെ മുകളിൽ ആരാണ്? എ. ഇവിടെ എമ്മിന്റെ മുകളിൽ ആരാണ്? 1. ഇവിടെ എല്ലിന്റെ മുകളിൽ ആരാണ്? B + C. ഇവിടെ എല്ലിന്റെ മുകളിൽ ആരാണ്? 1. അപ്പൊ ഞാൻ പറയും A = 1, B + C = 1 and -C = -2. അപ്പൊ C എന്ത് വരും? 2 എന്ന് വരും. A = 1. ഈ C എടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പൊ B + 2 = 1 വരും. ഇത് അങ്ങോട്ട് പോയാൽ B = -1 വരും. ഓക്കെ, B = വരും, -1 വരും. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഡെറിവേഷൻ ഓഫ് ഫോർമുല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫോർമുല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എപ്പോ? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നേരത്തെ കൂട്ടി നമുക്ക് അറിയാമെങ്കിൽ മാത്രം. അങ്ങനെ പ്രശ്നം ആർക്കുണ്ട്? ഡയമെൻഷണൽ അനാലിസിനുണ്ട്. നോക്കിക്കോളൂ. ഇപ്പോ ഞാനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫോർമുല നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് തരാം. ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഫോർമുല ഞാൻ ആദ്യം പറഞ്ഞുതരാം. നോക്കൂട്ടോ. സെൻട്രിപിറ്റൽ ഫോഴ്സ്, മലയാളത്തിൽ പറഞ്ഞാല് അഭികേന്ദ്ര ബലം. കറങ്ങുന്ന വസ്തുക്കൾക്ക് വൃത്തകേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഒരു ബലമാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇതിന്റെ വെലോസിറ്റി എത്രയാണ്? V, റേഡിയസ് R. ഓക്കെ, ഇതിന്റെ മാസ് M. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാല് mv²/r എന്നാണ്. ഓക്കെ, അഭികേന്ദ്ര ബലം എന്ന് പറയും. ഈ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇതിന്റെ സർക്കുലർ മോഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഫോഴ്സ് എപ്പോൾ നിങ്ങൾ പിൻവലിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും? സർക്കുലർ മോഷനിൽ നിന്ന് ലീവ് ചെയ്യും. ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട്. ഫോർമുല ആദ്യം നിങ്ങൾക്ക് നേരത്തെ ഞാൻ തന്നിരിക്കുന്നു. നമ്മൾ ഇനിയാണ് എന്ത് ചെയ്യുന്നത്? ആ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ചില സിനിമയിലൊക്കെ എന്തായിരിക്കും ആദ്യം തന്നെ ക്ലൈമാക്സ് കാണിച്ച് പിന്നെയല്ലേ എങ്ങനെ വന്നു പറയാം. അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ. നോക്കിക്കോളൂ. Centripetal force F depends on mass M, velocity V and radius of circular motion R. Derive the formula of centripetal force using dimensional analysis. Centripetal force ആയി F ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെ, വെലോസിറ്റിനെ, റേഡിയസിനെ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ എന്തുണ്ടാക്കണം? ഒരു ഫോർമുല ഉണ്ടാക്കണം. എങ്ങനെ? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഒരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ ആക്കാം. F proportional to mvr. എന്തായാലും ഇതിനകത്ത് ആര് വേണം? എമ്മും വേണം, വിയും വേണം, ആറും വേണം എന്ന് മനസ്സിലായി. എത്രയൊക്കെ വേണം അത് നമുക്കറിയില്ല. എമ്മിന്റെ പവർ എത്രയാണ് നമുക്കറിയില്ല, വിന്റെ പവർ എത്രയാണ്, ആറിന്റെ പവർ എത്രയാണ് നമുക്കറിയില്ല. ശരിക്കും നമുക്ക് അറിയാട്ടോ, നമ്മൾ തൊട്ട് മുമ്പ് ഇക്വേഷൻ ആക്കിയില്ലേ. അപ്പൊ FC-ന്റെ ഇക്വേഷൻ ആയിരിക്കും mv²r⁻⁻1. അപ്പൊ ഈ A എത്രയാണ്? 1, B എത്രയാണ്? 2, C എത്രയാണ്? -1. ഇതല്ലേ വാല്യൂ വരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ആ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ F proportional to m⁻A, v⁻B, r⁻C. നമുക്ക് ഇപ്പൊ പവർ ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു? A, B, C കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ ആണ്. I am going to convert it into an equation. So I have to introduce a proportionality constant K into m⁻A, v⁻B, r⁻C എന്ന് കൊടുത്തു. ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ അല്ലേ? അതിന് ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ഡയമെൻഷണൽ ഫോർമുല. Apply dimensional formula on both sides. രണ്ട് ഭാഗത്തും ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്യാം.
ഇത് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോമുല എന്താ? എം എൽ ടി റേസ് ടു -2. ഇതാരാ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് കെ. അത് ന്യൂമറിക്കൽ വാല്യൂ ആണ്, നമ്പർ ആണ്. നമ്പറിന് യൂണിറ്റ് ഇല്ല. അപ്പൊ അതിന്റെ എന്താണ് ഡയമെൻഷൻ ഫോമുല എന്തായിരിക്കും? ഡയമെൻഷൻ ലെസ് ആണ്. ഓക്കെ, അത് ഇടേണ്ട ആവശ്യമില്ല. ബാക്കി മാസിന്റെ നോക്കാം. മാസിന്റെ എത്രയാ? എം റേസ് ടു എ. വെലോസിറ്റി എന്താ? എൽ ടി റേസ് ടു -1 ഹോൾ റേസ് ടു ബി. ആരാ? റേഡിയസ് അല്ലേ, അപ്പൊ എൽ റേസ് ടു സി. എന്താണ് കെയുടെ കാര്യം എന്നൊന്ന് വ്യക്തമായി തരാം. ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ലെസ് ആണ്, അത് നമ്പർ ആണ്. അപ്പൊ എന്ത് വരും? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 0. എം റേസ് 0 എത്രയാ? 1. 1 into 1 into 1 that is equal to 1. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടാണ്ടിരുന്നത്. കാര്യം മനസ്സിലായല്ലോ? നോക്കട്ടോ, ഇന്ന് വൃത്തിയായി കഴിഞ്ഞാൽ എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു ബി, ടി റേസ് ടു -b, എൽ റേസ് ടു സി. ഒന്നും കൂടെ വൃത്തിയായി എഴുതി കഴിഞ്ഞാൽ എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു, ഇവിടെ എൽ റേസ് ടു ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ എൽ റേസ് ടു ബി പ്ലസ് സി, ടി റേസ് ടു ആരാളുള്ളത്? ടി റേസ് ടു -b. ഓക്കെ, ഇവിടെ നോക്കട്ടോ, അപ്പുറം ഇപ്പുറം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോണ്. കാര്യം എന്താണ്? ഇത് ഇക്വേഷൻ കറക്റ്റായി ഇക്വേഷൻ ആക്കാൻ വേണ്ടി പോവല്ലേ. അപ്പൊ നമ്മുടെ ഡയമെൻഷൻ ഫോമിൽ അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? മാച്ച് ആയിരിക്കും. അപ്പൊ ഇവിടെ എമ്മിന്റെ പവർ എത്രയാണ്? എ ആണ്. കമ്പയറിംഗ് ബോത്ത് സൈഡ്സ്, LHS ഉം RHS ഉം കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയാൻ വേണ്ടി പോണ്. ഇവിടെ എമ്മിന്റെ പവർ എത്രയാണ്? എ. അപ്പൊ എ ഈക്വൽ ടു 1. ഇവിടെ എല്ലിന്റെ പവർ എത്രയാണ്? ബി പ്ലസ് സി ഈക്വൽ ടു 1, -b ഈക്വൽ ടു -2. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ബി ഈക്വൽ ടു 2. രണ്ട് ഭാഗത്ത് മൈനസ് കളഞ്ഞു, ബി ഈക്വൽ ടു 2, എ ഈക്വൽ ടു 1 കിട്ടി. ഇനി ഈ ബി എടുത്ത് ഇവിടെ കൊടുക്കുക. 2 പ്ലസ് സി ഈക്വൽ ടു 1. ബി 2 അല്ലേ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 പ്ലസ് സി ഈക്വൽ ടു 1. അപ്പൊ സി എത്രയായിരിക്കും? സി ഈക്വൽ ടു -1. അപ്പൊ എന്റെ ബിന്റെ സിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ 1 എന്ന് പറഞ്ഞു. പുട്ട് എ, ബി ആൻഡ് സി ഇൻ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ, വി റേസ് ടു ബി, ബി എത്രയാ? ആർ റേസ് ടു സി, സി എത്രയാ? -1. അതായത് നമുക്ക് എന്ത് കിട്ടി? എഫിന്റെ ഫോർമുല കെ ഇൻറ്റു എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. ഈ ആർ താഴെ പോകുമ്പോൾ എം വി സ്ക്വയർ ബൈ ആർ. ശരിക്കുള്ള ഫോർമുല എന്തായിരുന്നു? എം വി സ്ക്വയർ ബൈ ആർ ആണ്. നമുക്ക് ഇപ്പൊ കിട്ടിയ ഫോർമുല എന്താ? കെ ഇൻറ്റു എം വി സ്ക്വയർ ബൈ ആർ ആണ്. ഓക്കെ, അത് കണ്ട് ഞെട്ടൊന്നും വേണ്ട. ഈ ഡയമെൻഷൻ അനാലിസിന് ഈ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. ആ കഴിവുകേട് കൊണ്ടാണ് അവിടെ ആ കെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കെന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കില്ല? ഡയമെൻഷൻ അനാലിസിന് ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഈ പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഒരു ഫോർമുല കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് പ്രപ്പോർഷണൽ ടു എം വി ആർ പവർ എ ബി സി കൊടുത്ത് അതൊരു ഇക്വേഷൻ ആക്കി മാറ്റി രണ്ട് ഭാഗത്തും ഡയമെൻഷൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്തിട്ട് എയും ബിയും സിയും കണ്ടുപിടിച്ച് അത് ഏത് തന്നെ കൊടുക്കുന്നു? ഇക്വേഷൻ 1 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഫോർമുല കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഡയമെൻഷൻ അനാലിസിന്റെ 3 ആപ്ലിക്കേഷൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഫോർമുല പറഞ്ഞു തന്നു. അവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ആണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ പ്രോബ്ലം നമ്മൾ ഒന്ന് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അതർ, അത് ഇന്നത്തെ സെക്ഷനിലാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തന്നു. അതിനൊരു കൺവേർഷൻ ഫോർമുല ഉപയോഗിച്ചിരുന്നു. n2 ഈക്വൽ ടു n1 ഇൻറ്റു m1 ബൈ m2 ഹോൾ റേസ് ടു a, l1 ബൈ l2 ഹോൾ റേസ് ടു b, t1 ബൈ t2 ഹോൾ റേസ് c. പിന്നെ നമ്മൾ പറഞ്ഞ ഡെറിവേഷൻ ഓഫ് ഫോർമുലയാണ്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നു. ഇപ്പൊ നമ്മൾ ഡയമെൻഷൻ അനാലിസിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. താങ്ക് യു.